ISL ക്ലബ്ബുകളുടെ ട്രാൻസ്ഫർ നടപടികൾ അത്ര വേഗത്തിലല്ലെങ്കിലും അണിയറയ്ക്ക് പിന്നിലൂടെ സാവധാനം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് സമാധാനവും സന്തോഷമൊക്കെ നൽകുന്ന വാർത്ത തന്നെയാണ്. പക്ഷേ പ്രീ സീസൺ ട്രെയിനിങ് പല ക്ലബ്ബുകളും വിത്ത്ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതേസമയം പ്രീ സീസൺ തുടങ്ങാൻ പറ്റാത്തതിൻ്റെ തിരിച്ചടി ഏറ്റവും വലുതായിട്ട് അനുഭവിക്കാൻ പോകുന്ന ക്ലബ്ബ് FC ഗോവയാണ്. കാരണം അവർക്ക് AFC ചാമ്പ്യൻസ് ലീഗ് ടയർ 2-ൽ ഉടനെ തന്നെ ഒരു മത്സരമുണ്ട്. ആ മത്സരത്തിന് മുന്നോടിയായിട്ട് പ്രിപ്പയർഡ് ആവാൻ FC ഗോവയ്ക്ക് ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. അവർക്ക് ഒമാൻ ക്ലബ്ബായിട്ടുള്ള അൽസൈബിനെതിരെ ഒരു മത്സരം കളിക്കേണ്ടതായിട്ടുണ്ട്. അൽസൈബിനെതിരെ AFC ടയർ 2 ചാമ്പ്യൻസ് ലീഗിൽ മത്സരം കളിക്കാൻ ഇറങ്ങുന്ന സാഹചര്യത്തിൽ പ്രീ സീസൺ എവിടെ എങ്ങനെ നടത്തും എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. ISLൻ്റെ ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വരാതെ ISL ക്ലബ്ബുകളൊന്നും പ്രീ സീസൺ തുടങ്ങുന്നില്ല എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈസ്റ്റ് ബംഗാൾ വേറെ ലീഗാണ്, അവരുടെ പരിപാടികളുമായിട്ട് അവർ മുന്നോട്ട് പോകും. FC ഗോവ ഇതുവരെയും പ്രീ സീസൺ ചാർട്ട് ചെയ്തിട്ടില്ല, നേരത്തെ ചാർട്ട് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട്. അൽസൈബിനെതിരെ അവർക്ക് AFC മത്സരം കളിക്കേണ്ട സാഹചര്യത്തിൽ അവരെങ്ങനെ പ്രിപ്പയർ ആവും എന്നുള്ളതാണ് ചോദ്യചിഹ്നം. ISL തീയതി വരെ പ്രീ സീസൺ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൽസൈബിനെതിരെ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ പോയി കളിച്ച് പൊട്ടേണ്ട അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നിലവിൽ FC ഗോവ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ വലിയ പ്രതിസന്ധിയിൽ കൂടെ തന്നെയാണ്.